ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഋതുവിനെയാണ്. അപ്പോൾ ബാങ്കിലെ ജപ്തി നോട്ടീസിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് പ്രതാപൻ്റെ ഫോണിലേക്ക് ഇട്ടു. എന്നിട്ട് പ്രതാപനെ വിളിക്കുകയാണ് ഋതു. അപ്പോൾ പ്രതാപനെ വിളിച്ചപ്പോൾ പ്രതാപൻ വേഗം ഫോണൊക്കെ എടുത്തു കേട്ടോ. എടുത്തിട്ട് എന്താ മോളെ, എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചു. അങ്കിളെ, ആകെ പ്രശ്നം അങ്കിളെ എന്നിങ്ങനെ പറഞ്ഞു. എന്താ പ്രശ്നം? അതെ, ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ജപ്തി നടപടിയാ, അതിനെക്കുറിച്ചുള്ള പേപ്പർ നോട്ടീസ് അങ്കിളിന്റെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ പ്രതാപൻ പെട്ടെന്ന് തന്നെ നോക്കി കേട്ടോ. മോളെ, ആകെ പ്രശ്നമാണല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പം അങ്കിളെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കാശ് തിരിച്ചു വേണം, അത് കിട്ടിയാലേ എനിക്ക് ഈ ജപ്തി ഒഴിവാക്കാൻ പറ്റുള്ളൂ. കാശോ? ഏത് കാശ്? ഏത് കാശെന്നോ? അങ്കിൾ എന്താ ചോദിച്ചത്? മാസം കൃത്യമായി പലിശ തന്നോളാന്ന് പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയതൊക്കെ മറന്നോ? എന്താ നീ പറയണത്? ഏത് ക്യാഷാ ചോദിക്കുന്നത്? എന്നെ വെറുതെ മണ്ടിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്നിങ്ങനെ ചോദിച്ച് ഋതു ചൂടാകാണ്. നീ ആരുടെ അടി ചൂടായി സംസാരിക്കുന്നത്? നീയേ നിലത്തു നിന്നോണം, വെറുതെ അഹങ്കാരമൊക്കെ പൊന്നും മടത്തിൽ മതി, എന്നോട് വേണ്ട എന്ന് പറഞ്ഞു. അങ്കിള് ചുമ്മാ കളിക്കുവാണോ? അവര് ജപ്തി ചെയ്യും എന്ന് പറഞ്ഞാൽ ജപ്തി ചെയ്യും. അതെ, ഞാനാ ഈ സ്ഥാപനം നോക്കുന്നത്. അതുകൊണ്ട് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ പൂർണിമ ടെക്സ്റ്റൈൽസ് ബാങ്ക് ജപ്തി ചെയ്തു എന്നറിഞ്ഞാൽ അതിന്റെ നാണക്കേട് മുഴുവൻ എനിക്കാ. അതുകൊണ്ട് അമ്മയുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റാതെ വരും അങ്ങളെ. എന്നാ പിന്നെ നീ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്ക്, അതാ നല്ലത്. എൻ്റെ കയ്യിൽ എന്തായാലും ക്യാഷ് ഇല്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ഋതു പെട്ടു. അതെ, ഒരു കാര്യം ചെയ്യ, മറ്റവന്റെ തലയിലേക്ക് വെച്ചോട്, ആ സേതുമാധവന്റെ, അതാ നല്ലത്. അവൻ കാരണമാ ഇങ്ങനെ സംഭവിച്ചതെന്ന് വരുത്തി തീർക്ക്. എന്റെ പൊന്നങ്ങളെ, അതൊന്നും നടക്കില്ലാത്ത കാര്യമാ. ഏതൊരു കണ്ണുപൊട്ടനും ഒറ്റ നോട്ടത്തിൽ നിന്ന് മനസ്സിലാവും ഇവിടുത്തെ ബാധ്യതകൾ മുഴുവൻ ഉണ്ടാക്കിയത് ഈ ഞാൻ തന്നെയാണ് എന്ന്. അന്ന് ആ പരസ്യം ചെയ്യാനായിട്ട് 25 ലക്ഷം രൂപ ചെലവാക്കിയില്ലെങ്കിൽ തൽക്കാലം പിടിച്ചു നിൽക്കാമായിരുന്നു. പിന്നെ അങ്കിൾ എനിക്ക് കാശ് തന്നേ പറ്റൂ. ദേ, എൻ്റെ കയ്യിലില്ല. ഇനി എവിടുന്നെങ്കിലും കടം വാങ്ങിത്താ. നിനക്കെന്തിനാടി ഞാൻ കടം വാങ്ങിത്തരുന്നത്? അതിന്റെ ആവശ്യം എന്താ? നിന്റെ കടം നീ ആയിട്ട് തന്നെ തീർക്കണം എന്ന് പറഞ്ഞു. അങ്കിളെ, അത് കൊള്ളാം. നീ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് കടം വരുത്തി വെച്ചിട്ട് അത് ഞാൻ തീർക്കണം എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാ? ഇതിന്റെ പേര് ചതീന്നാ. അതെ, ദൈവം പൊറുക്കില്ല നിങ്ങളോട്. മോളെ, ഒരു കാര്യം പറയട്ടെ, രാഷ്ട്രീയക്കാരനാ ഞാൻ. അപ്പോ കൂടെയുള്ളവരെ അടക്കം വെട്ടിയാ ഏതൊരു രാഷ്ട്രീയക്കാരും ഓരോടും ഓരോ ഓട്ടവും മുന്നോട്ട് കയറുന്നത്. ദൈവത്തിന് സാധിക്കാത്തത് പോലും ഞങ്ങൾ ചിലപ്പോൾ ചെയ്തു എന്നിരിക്കാം. പിന്നെ ഞങ്ങളെ എങ്ങനെയാടേ ദൈവം എന്തെങ്കിലും ചെയ്യാ? നീ എന്തൊക്കെയാ പറയണത്? നീയേ വച്ചിട്ട് പോവാൻ നോക്ക്, എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്ലീസ് വച്ചിട്ട് പോടി. അപ്പൊ പ്രതാപൻ ആകെ മൊത്തം തകിടം മറിച്ചു. സ്വന്തം ചേച്ചിയുടെ കല്യാണം മുടക്കാൻ നോക്കിയോളല്ലേ നീ? നിനക്കിതല്ല, ഇതിനപ്പുറവും നിനക്ക് വന്നൂന്നിരിക്കും. ചെന്ന് ആരോടെങ്കിലും എരന്ന് വാങ്ങി കടം വിട്ടാൻ നോക്ക്. ദേ തോന്നിയാ ചിലപ്പോ ആരെങ്കിലും നിനക്ക് ക്യാഷ് തന്നൂന്നിരിക്കും. അങ്കിളെ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഫോൺ വെച്ചു പ്രതാപൻ. എന്നിട്ട് പ്രതാപൻ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരുന്ന് അർമാദിച്ച് കുടിച്ചു മറിയാണ് കേട്ടോ. അപ്പൊ ഋതു ആണെങ്കിൽ പെട്ടുപോയി. അപ്പൊ ആദ്യം തന്നെ സേതു ഇക്കാര്യം പറഞ്ഞിരുന്നതാണ്. പക്ഷേങ്കിൽ ഋതു വലിയ കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആകെ ജപ്തിയുടെ വക്കിലേക്ക് എത്തുകയും ചെയ്തു പൂർണിമ ടെക്സ്റ്റൈൽസ്. അപ്പൊ പെട്ട് നിൽക്കാണ്. അപ്പൊ കുറുപ്പമാവൻ ഇതിന്റെ പൊന്നുമടത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ പൂർണിമയുണ്ട്. ഇതാരാ? കുറുപ്പേടനോ? ഒത്തിരി നാളായല്ലോ, ഈയിടെയായിട്ട് ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. എന്തിനാ വരുന്നത്? പണ്ടൊക്കെ പൊന്നുമടത്തി വന്ന് പോയാല് ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഓരോ ദിവസവും ഇവിടെ നിന്ന് കേൾക്കുന്ന വിശേഷങ്ങള് മനസ്സ് വിഷമിപ്പിക്കുന്നതല്ലേ? എന്തിനാ വെറുതെ? സേതുവിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അതെ, അവൻ ഒരിക്കലും ഇവിടുന്ന് പോവാൻ പാടില്ലായിരുന്നു പൂർണിമയെ. അവൻ എന്താ തെറ്റാ ചെയ്തത്? ആ കല്യാണം നടത്തിയതോ? പൂർണിമയെ, അന്നത്തെ ആ മുഹൂർത്തത്തിൽ അച്ചുവിന്റെ വിവാഹം നടന്നില്ല എങ്കിൽ ജോത്സ്യൻ ഇനി നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് നടന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും മംഗല്യ ഭാഗ്യം ഉണ്ടാവില്ല എന്ന് ജോത്സ്യൻ പ്രവചിച്ചിരുന്നതല്ലേ? നിനക്കും അതറിയാവുന്നതല്ലേ? നിഖില് കുഴപ്പക്കാരനായിരുന്നു. അവനെ വേണ്ടാന്ന് വെച്ചപ്പോ
അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് വേറെ ആരെ കിട്ടിയും എന്ന ആലോചന വന്നു. അന്വേഷണം വന്നു നിന്നത് ശ്രീഹരിയിൽ തന്നെയാണ്. അതെ, എന്നോട് പറയായിരുന്നില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിലാ എനിക്ക് ദേഷ്യം കുറിപ്പേട്ട. അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പറഞ്ഞിരുന്നെങ്കിൽ പൂർണിമ സമ്മതിക്കായിരുന്നോ? ഇല്ലല്ലോ. അന്ന് ആ കല്യാണ പന്തലിൽ അമ്മയും മകനും തമ്മിൽ ഒരു വഴക്കുണ്ടായേനെ. ആരെയാ അത് ബാധിക്കാൻ പോണത്? നമ്മുടെ അച്ചുമോളെയാ ബാധിക്കാൻ പോണത്. അത് മനസ്സിലായോ? അച്ചുമോക്ക് ഒരിക്കലും ഒരു സങ്കടം ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാ സേതു അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത്. അതിന് പൂർണിമ അവന് കൊടുത്ത ശിക്ഷ ലക്ഷം കടന്നു പോയിന്ന. അത് വേണ്ടായിരുന്നോ? മാധവമേനോനാ ഇങ്ങോട്ടേക്ക് അവനെ കൊണ്ടുവന്നത്. അവൻ കൊണ്ടുവന്നപ്പോ അല്ലെങ്കിൽ അവൻ പോയപ്പോ ശരിക്കും പറഞ്ഞാല് തോറ്റുപോയത് മാധവമേനോനാ. ഞാൻ എന്ത് വേണോന്നാ പറയുന്നത് കുറുപ്പേട്ടൻ? അതൊക്കെ പൂർണിമയ്ക്ക് തീരുമാനിക്കാം. തീരുമാനിക്കുന്ന കൂട്ടത്തില് പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ജപ്തി എങ്ങനെ ഒഴിവാക്കാം എന്നതുകൂടി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ജപ്തിയോ എന്ന് ചോദിച്ചു. അതെ, അതൊന്നും അറിഞ്ഞില്ലല്ലേ എന്ന് ചോദിച്ചു. ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. അതുകൊണ്ട് മിടുക്കിയായൊരു മകളെയാണല്ലോ നിങ്ങളെല്ലാം കൊണ്ട് ഏൽപ്പിച്ചത്. അവള് കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തി. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ഏത് നിമിഷവും പൂർണിമ ടെക്സ്റ്റൈൽസ് ബാങ്കുകാർ കൊണ്ടുപോകും. അവിടെ വീണ്ടും തോക്കും മാധവ് മേനോൻ. മനസ്സിലായോ പൂർണിമയ്ക്ക്? സേതുമാധവനെ ഇറക്കി വിട്ട മാധവ് മേനോനെ തോൽപ്പിച്ചത് സ്വന്തം ഭാര്യയാണ്. പക്ഷെ അദ്ദേഹം പൊന്നു പോലെയുള്ള ടെക്സ്റ്റൈൽസ് നശിപ്പിച്ചത് മാധവ് മേനോനെ തോൽപ്പിക്കുന്നത് സ്വന്തം മോള് തന്നെയാ. മനസ്സിലായോ ഇപ്പൊ പൂർണിമയ്ക്ക് എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതെ നിന്നു. സേതു ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഗതികേട് വരുമായിരുന്നോ? പറ. അത് മനസ്സിലാക്കാൻ പൂർണിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെ തകരാനിരിക്കുന്നു തകരട്ടെ. വാശിയില്ലേ, എല്ലാ വാശിയും ജയിക്കട്ടെ, നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ കുറുപ്പേട്ടൻ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ പൂർണിമ ആകെ ഷോക്കായി പോയി. ഇതെല്ലാം കേട്ടിട്ട് എന്റെ ഈശ്വര ഇനി എന്താ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതേ പൂർണിമ റൂമിലിരിക്കുമ്പോ പല്ലവി കുറെ മരുന്നൊക്കെ ആയിട്ട് വരികയാണ്. 2 മാസത്തേക്കുള്ള മരുന്നാ. ഇപ്പൊ ഉള്ളത് ഇപ്പൊ തന്നെ കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് പൂർണിമയ്ക്ക് എടുത്തു കൊടുത്തു പല്ലവി. പല്ലവി പോവാൻ തുടങ്ങിയപ്പം, നിനക്ക് എന്നോടൊന്ന് സംസാരിക്കാനില്ലേ? എന്ത് ചോദിക്കാനാ? പണ്ടേ വീട്ടില് താമസിക്കുമ്പോ എനിക്കൊരു ബലം ഉണ്ടായിരുന്നു. സേതുവേട്ടന്റെയും കൂടി വീട്. സേതുവേട്ടൻ പറഞ്ഞിട്ട് താമസിക്കുന്നു എന്നുള്ളൊരു ബലം. ഇപ്പൊ ഈ വീട്ടില് അങ്ങനെ പറയാൻ എനിക്കിപ്പൊ എന്താ ഉള്ളത്? ഏതു നിമിഷവും ഇറങ്ങിപ്പോവാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാല് ഇറങ്ങിപ്പോണ്ടേ? ആരുണ്ട് എനിക്ക് ഈ വീട്ടിലെ ഒരു പിടിവള്ളിയായിട്ട്? ഞാനില്ലേ? എന്റെ അനുവാദമില്ലേ നിനക്ക്? അത് പോരെ നിനക്ക്? പക്ഷെ സേതുവേട്ടൻ ആര് ചോദിച്ചാലും ധൈര്യത്തോടെ നിനക്ക് പറയാലോ, ഞാനാ ഇവിടെ നിന്നോട് താമസിക്കാൻ ആവശ്യപ്പെട്ടതെന്ന്. പിന്നെ നിനക്കെന്താ? ഈ സമയത്ത് നീ ഇവിടെ വേണം പല്ലവി. നീ കൂടി ഇറങ്ങിയ ഞാൻ തനിച്ചായി പോയതുപോലെ ആവോ? ഋതുവില്ലേ അമ്മേ? സ്വാതിയില്ലേ? പിന്നെന്താ കുഴപ്പം? പിന്നെ എങ്ങനെയാ തനിച്ചാകുക? അവരൊക്കെ എന്റെ മക്കള് തന്നെയാ. പക്ഷെ നിഴലായിട്ട് എന്റെ കൂടെ ഉണ്ടാവേണ്ടവര് തന്നെയാ. പക്ഷെ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ സുഖത്തിലും ദുഃഖത്തിലും കാവലായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഋതു മരിക്കാൻ നോക്കി. പക്ഷേങ്കില് എന്ന് കരുതി അവൾക്ക് പശ്ചാത്താപം ഉണ്ടെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? ഒരിക്കലുമില്ല. അവൾക്ക് ശരിക്കും ആ പഴയ ആ ഋതു എങ്ങനെയാണോ നിന്നോടും അച്ചുവിനോടും സേതുവിനോടും ഒക്കെ ദേഷ്യമുള്ള ആ പഴയ ആള് തന്നെയാ. അമ്മ അങ്ങനെ തന്നെയല്ലേ? സേതുവിനോടും അച്ചുവിനോടും ഹരിയോടും ഒക്കെ ഇപ്പോഴും ദേഷ്യം തന്നെയല്ലേ ഈ മനസ്സിലുള്ളത്? എന്റെ മനസ്സെന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ പല്ലവി. പെൻഡുലം കണ്ടിട്ടില്ലേ നീ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ ചിലപ്പോ തോന്നും എല്ലാവരോടും എല്ലാം ക്ഷമിക്കാമെന്ന്. പക്ഷെ ചിലപ്പോ തോന്നും അങ്ങനെ ചെയ്യരുതെന്ന്. ഏതാ ചെയ്യേണ്ടതാ ചെയ്യില്ല എന്ന് കൃത്യമായൊരു ഉത്തരത്തിലെത്താൻ എനിക്കും കഴിഞ്ഞിട്ടില്ല മോളെ. സാധിക്കുമായിരിക്കും ചിലപ്പോ കുറച്ച് കഴിയുമ്പോ. സേതുവേട്ടനില്ലാത്ത പൊന്നുമടം അല്ലാതെ ആയി തുടങ്ങും അതിൻ്റെ അമ്മേ. ടെക്സ്റ്റൈൽസ് ജപ്തിയുടെ വക്കീലെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ചതിച്ചത് വേറെ ആരുമല്ല, പ്രതാപൻ. ചോദിക്കുമ്പോ തിരിച്ചു തരാം എന്നുള്ള വ്യവസ്ഥയില് ഋതു കടം കൊടുത്ത കാശ് മുഴുവൻ പറഞ്ഞു. എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഋതു എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. പ്രതാപനെ എങ്ങനെ വിശ്വസിക്കും? ഞാനും ഒന്നും അറിയിക്കണ്ടെന്നാ വിശ്വസിച്ചത്. പക്ഷെ മനസ്സ് വന്നില്ല. ഇവിടെ എല്ലാം താളം തെറ്റി തുടങ്ങുക. അമ്മ നേരത്തെ പറഞ്ഞില്ലേ ആ പെൻഡുലത്തിന്റെ കാര്യം? ആടിക്കൊണ്ടിരിക്കുന്ന ആ ഘടികാരം അത് സേതുവേട്ടനായിരുന്നു. പക്ഷെ ആ സേതുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഋതുവിനെ ചതിക്കാനായിട്ട് പ്രതാപന് ധൈര്യം വരില്ലായിരുന്നു. പക്ഷെ ഉത്തരം നഷ്ടപ്പെട്ട മേൽക്കൂര അതേത് നിമിഷവും നിലം പൊത്തിയേക്കാം.
ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പൊന്നുമടത്തിന്റെ അവസ്ഥ എന്ന് പല്ലവി പറഞ്ഞപ്പോഴത്തേനും വേഗം തന്നെ പൂർണിമ എഴുന്നേറ്റിട്ട്, എല്ലാ പല്ലവി, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സമ്മതിക്കില്ല. പ്രതാപനെ ഞാനൊന്ന് കാണട്ടെ, വിളിപ്പിക്കാം ഞാൻ അവനോടെ, എന്നിട്ട് എന്റെ മുന്നിലും അവൻ കൈ മലർത്തി കാണിക്കുവോ? എങ്കിൽ എനിക്കതൊന്ന് അറിയണം. എങ്കിൽ അത് കാണിക്കുമേ എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും കാണിക്കും. പണമാണ് സ്വന്തം ബന്ധങ്ങളെക്കാൾ ഒക്കെ വലുതായിട്ട് പണം എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തില് ആദ്യത്തെ പേരുകാരനാ പ്രതാപൻ. ആ കൂട്ടത്തില് അമ്മയ്ക്ക് നിരാശപ്പെടുത്തേണ്ടി വരും. ഉറപ്പായിട്ടും അമ്മയുടെ സഹോദരനാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിവരം പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം എനിക്ക് തോന്നാതിരിക്കാനെങ്കിലും എനിക്ക് അവനെ കണ്ടേ പറ്റൂ, കാണുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ അപ്പം പല്ലവി ഒന്നും മിണ്ടിയില്ല. ശരി അമ്മേ എന്ന് പറഞ്ഞ പല്ലവി അങ്ങ് പോയി. അപ്പൊ പൂർണിമ എന്താണെങ്കിലും പ്രതാപനെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ പ്രതാപനും നമ്മുടെ പത്മിനിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. അതെ, ചേച്ചിയോട് എന്തു പറയും എന്നിങ്ങനെ ചോദിച്ചു പ്രതാപനോട്. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ ഇങ്ങ് വാ. അവരും പപ്പിയും കൂടെ അകത്തേക്ക് കയറി വന്നു. ചേച്ചി എന്ന് വിളിച്ചു. എന്താ ചേച്ചി വിളിപ്പിച്ചത്? ഫോണിൽ കൂടെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, എന്തിനാ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്? നിങ്ങളിരിക്കെ. അപ്പൊ അവർ രണ്ടുപേരോടെ ഇരുന്നു. നമ്മുടെ പൂർണിമ ഇപ്പുറത്തും ഇരിക്കുകയാണ് കേട്ടോ. പ്രതാപ എന്ന് വിളിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കാനായിട്ടാണ് വിളിച്ചത്. ഞാൻ ചില വിവരങ്ങളൊക്കെ അറിഞ്ഞു. ആ പാവോ എന്റെ മക്കള്, അവരെ നീ വെറുതെ ഉപദ്രവിക്കരുത്. എന്താ പറഞ്ഞത്? ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് കൂടി ചേച്ചി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അല്ല, എനിക്ക് അങ്ങോട്ടേക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായോടി? എവിടുന്ന്? മേടിച്ച കാശ് തിരിച്ചു താ പ്രതാപ, സ്ഥാപനം രക്ഷിക്കണം. അത് ജപ്തിയായാല് പൊന്നുമടം തകർന്നു വീഴും. ഓ, ജപ്തി, അത് ഞാൻ കേട്ടിരുന്നല്ലോ എവിടെയോ. ആരാ പറഞ്ഞത്? ഋതു വിളിച്ചിരുന്നു ക്യാഷ് ചോദിച്ചോണ്ട്. എന്തോ കടം മേടിച്ചു കൊടുക്കാനോ മറ്റോ അവള് പറഞ്ഞിരുന്നോ? ഞാൻ ചോദിച്ച ആര് തരാനോ ചേച്ചി? നിനക്കല്ലേ പണം മുഴുവൻ എടുത്തു തന്നത്? എന്നിട്ട് ദേ ചേച്ചി എന്ന് വിളിച്ച് നാവ് കൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അതെ, ഒരാളെയും ചതിക്കുന്നവനല്ല ഈ പ്രതാപൻ. എന്റെ പാരമ്പര്യം മാധവമേനോന്റെ പാരമ്പര്യമൊന്നും അല്ല. എന്റെ ഭർത്താവ് നിന്നെ എന്ത് ചെയ്തു എന്നാ നീ പറഞ്ഞത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ രണ്ടുപേരുടെയും അച്ഛൻ സ്ഥാപിച്ചതല്ലേ പൂർണിമ ടെക്സ്റ്റൈൽസ്? ചേച്ചിക്കും ചേട്ടനും തുല്യ അവകാശമാണ് അതിലുള്ളത്. എന്നിട്ടിപ്പോ അതാരാ സ്വന്തമാക്കിയത് എന്ന് ചോദിച്ചു. മാധവമേനോൻ. എന്റെ അളിയൻ അവയാക്ക് കൊടുക്കുക ചെയ്തത്. ശുദ്ധനായ ഞാൻ പുറത്ത്. അതല്ലേ ഇപ്പൊ സംഭവിച്ചത്? ആ കട വളർന്നല്ലേ ഇപ്പൊ പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് എത്തിയിരിക്കുന്നത്. വകുപ്പ് പറഞ്ഞാല് അതിന്റെ പകുതി അവകാശം എനിക്ക് അവകാശപ്പെട്ടതാ എന്ന് പറഞ്ഞു. ഓ, ഞാനത് ചോദിക്കാത്തതേ എന്റെ മാന്യതയാ. ഇപ്പൊ മനസ്സിലായി. അപ്പോ ഇതൊക്കെ ആയിരുന്നു അല്ലേ നിന്റെ മനസ്സിലിരുന്ന കാര്യങ്ങള്? കൊള്ളാം പ്രതാപ, സേതു പറഞ്ഞത് വളരെ ശരിയാ. നിന്നെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ എന്ത് വിശ്വാസക്കേടാ നിങ്ങളോട് കാണിച്ചത്? കാശ് കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് വിശ്വാസക്കേടല്ലേ? എന്താടാ ഒന്നും പറയാത്തത്? സ്വന്തം മരുമോളല്ലേടാ നീ ചതിച്ചത്? അതും വിശ്വാസക്കേടല്ലേ? അപ്പൊ വേഗം പ്രതാപൻ എഴുന്നേറ്റു. പെങ്ങളെ, പലവിധ പ്രശ്നങ്ങൾക്ക് നടുവില, അതിനിടയ്ക്ക് നീ ചോറിയുന്ന വർത്തമാനം എന്നോട് പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഋതുവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ ഞാൻ തൽക്കാലം തയ്യാറല്ല. കേസ് കൊടുക്ക്, ഞാൻ കോടതിയിൽ തന്നെ കണ്ടോളാം. എടാ, നിനക്ക് ഇത്രയും വിഷമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പം മനസ്സിലായല്ലോ വിഷമുണ്ടെന്ന്. എന്താ ഇപ്പം മനസ്സിലായോ? ഉഗ്ര വിഷമുള്ള രാജവെമ്പാലയായി ഞാൻ. തക്കം പാർത്തിരുന്ന് കൊത്തുക തന്നെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. ചേച്ചി, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങാം, കുറച്ച് തിരക്കുണ്ട്, വാ പ്രതാപേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പം വീണ്ടും തിരിഞ്ഞു നിന്നിട്ട്, പിന്നെ ഇനി എന്നെ കാശിന് വേണ്ടിയിട്ട് വെറുതെ വിളിക്കണമെന്നില്ല. അത് മറക്കുന്നതാ നിങ്ങൾക്കൊക്കെ നല്ലത്. മറക്കാം, എല്ലാം മറക്കാം. എനിക്കും എൻ്റെ മക്കൾക്കും ഇങ്ങനെ തന്നെ വരണം. ഞാനിത് അനുഭവിക്കുക തന്നെ ചെയ്യണം. വാടി പോകാം എന്ന് പറഞ്ഞ് പത്മിനിയെ വിളിച്ചുകൊണ്ട് വേഗം പ്രതാപൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം എന്താണെങ്കിലും അടി പതറി വീണു പൂർണിമയോട് ആദ്യം തന്നെ ചെയ്തു ഇതെല്ലാം പറഞ്ഞിരുന്നതാണ്. പക്ഷേ എങ്കിൽ ആങ്ങളെ നന്നായി അങ്ങ് വിശ്വസിച്ചു. അതോടെ എല്ലാ കാര്യങ്ങളും പതറി. പിന്നെ നമ്മൾ കാണുന്നത് നെഹനെയാണ്, അതായത് സ്വാതിയുടെ കൂട്ടുകാരി. അപ്പൊ നെഹ എന്ന് വിളിച്ചുകൊണ്ട് സ്വാതി അങ്ങോട്ടേക്ക് വരികയാണ്. നീ എന്താ ഇതിലെ? ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇതാ എളുപ്പ വഴി. സത്യത്തിൽ ഷോക്കായി. കോളേജിൽ നമ്മൾ കമ്പനിയിലായിരുന്നല്ലോ. അല്ല, നിന്റെ ചങ്ക് നീരജ് എവിടെ? അവളുമായിട്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്ന് വിചാരിച്ചോ? പെണ്ണിന് എപ്പോഴും തീറ്റി എന്നൊരു വിചാരമേ ഉള്ളൂന്നേ.
അതുകൊണ്ട് ആ ബേർഡൻ തലയെ കയറ്റി വെക്കണ്ടെന്ന് വിചാരിച്ചു. ആ ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരാം. എന്തിനാ പതിവില്ലാതെ വിളിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. ഞാനൊരു എൻജോയ്മെന്റ് മൂഡിലാണ് നിൽക്കുന്നത്. കോളേജിലെ ക്യാൻറ്റീൻ കോൺട്രാക്ട് എടുത്തിരുന്ന എൻ്റെ ഏട്ടൻ സേതുമാധവനെ നിനക്കറിയില്ലേ? അറിയാം. ആ കാട്ടാളന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ത്രില്ലില്ല ഞാനിപ്പോ ഉള്ളത്. അത് ആഘോഷിക്കാനുള്ള വൈബാ ഉള്ളത്. അതുകൊണ്ട് നീ ആവുമ്പോ ക്ലാസ്സിലൊന്നും കയറാതെ എപ്പോഴും ഫുൾ ഓൺ പവർ മോഡിലാണല്ലോ. നിനക്കറിയിക്കല്ലോ ഒരു എന്താ പറയാ വൈബ് സ്പോട്ട്. അതുകൊണ്ടാണ് നിന്നെ തന്നെ വിളിച്ചത്. അത് നന്നായി. എന്നാ പിന്നെ നീ ആ ഫോണിൽ കൂടെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ ഞാൻ എവിടെയായാലും സെറ്റാക്കിയേനെ. എന്താ ചെയ്യാ, അത് പോട്ടെ, നമുക്ക് ഇനിയാണെങ്കിലും സെറ്റാക്കാന്നേ. അല്ല, നിന്റെ ക്യാൻറ്റീൻ ചേട്ടൻ എവിടെ പോയതാ? നാട് വിട്ടതാണോ? എങ്ങോട്ടാ, എവിടെയാ, എന്താ എന്നൊന്നും ഇവിടെ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ ആൻസർ ഇല്ല. അല്ലെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കണമെന്ന് ബോധമിടുമല്ല. അയാൾ എവിടെ പോയാലും തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറരുതേ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. അതിനു വേണ്ടിയിട്ട് ചില സ്ട്രാറ്റജീസ് ആക്ഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യണം. നീ പ്ലാൻ ചെയ്തിട്ട് എന്താ കാര്യം? നീ ചെയ്യുന്നതെല്ലാം തകർത്ത് തരിപ്പണമാക്കാനായിട്ട് പല്ലവി ടീച്ചർ അറിഞ്ഞില്ലേ? അതൊരു തലവേദനയല്ലേ? നീ പറഞ്ഞത് കറക്റ്റാ. അഗതിയെ പോലെ വന്നത് ഇപ്പൊ അകത്തമ്മയുടെ വട്ടും പാവുക. കണ്ടാ പൊന്നു മേഡം അവരുടെ കൈപ്പിടിയിലാണെന്നാ ഇപ്പൊ തോന്നുന്നത്. എന്ത് ചെയ്യാനാ, സേതു അവിടെ ഉള്ളതുകൊണ്ടാ അവരവിടെ ഉള്ളതെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അയാൾ ഇറങ്ങിപ്പോയിട്ടും അവിടെ തന്നെ കടിച്ച് തൂങ്ങി നിൽക്കാം. എന്ത് ചെയ്യാൻ, അയാൾ ഇറങ്ങിപ്പോന്നു സന്തോഷിക്കുമ്പോഴും മനസ്സിലുള്ള ഡിസ്റ്റർബൻസ് അത് മാത്ര. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശരിയാക്കേണ്ടിയിരിക്കുന്നു. നടക്കൂടി, എല്ലാം നടക്കും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുതിയ തുടക്കം ഒരു ശുഭലക്ഷണം തന്നെയാ. എന്താണെങ്കിലും അതൊക്കെ നീ നല്ല സ്പോട്ട് പറ. ഗുഡ്, എന്താണെങ്കിലും എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ ഒരു സ്പോട്ട് ഇട്ട് ഞാനൊന്ന് ഇപ്പൊ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ആരെയോ ഫോൺ വിളിച്ചു കേട്ടോ. അതെ, നിന്റെ ആഗ്രഹം നടക്കും, പോയാലോ എന്ന് ചോദിച്ചു. അതേതാ സ്ഥലം നീ പറ. വിലിയും മിയ, നമുക്ക് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അതിന് പറ്റിയ സ്ഥലം, ബാ നമുക്കെന്നാ അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നേരെ ചെല്ലുന്നത് ഇന്ദ്രന്റെ കോട്ടയിലേക്കാണ്. അപ്പൊ ഇതേതാ സ്ഥലം എന്ന് സ്വാതി ചോദിച്ചപ്പോ പറയാ, നീ വാ. അപ്പോഴേക്കും ഇന്ദ്രൻ വാതിലൊക്കെ തുറന്നു വന്നിട്ടു ഇന്ദ്ര എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് സ്വാതി കയറി ചെല്ലുന്നത് തന്നെ. അപ്പൊ വേണ്ട ഇന്ദ്രന്റെ കെണിയിലേക്ക് സ്വാതി ചെന്ന് ചാടിയിരിക്കുകയാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ എത്തുന്നതായിരിക്കും. ഇതോടെയാണ് അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.